ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുടെ ടോപ്പിക്കുകളെ സംബന്ധിച്ച ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഓർത്തിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ഹോളിൽ നിന്ന് കണക്കുകൾ ചെയ്യാൻ കഴിയും, സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ്, വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് മെത്തേഡ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ പൈപ്സ് ആൻഡ് ടാങ്ക്സ് എന്ന പോർഷനിലെ ടോപ്പിക്ക് നോക്കാം. ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ എക്സ് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ വൈ മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ XY/X+Y മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. അതായത് ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ X മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ Y മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയുന്ന സാധാരണ ചോദിച്ചതാണ്. ഒരു ടാങ്കിലെ 2 പൈപ്പുകൾ, ഒരു ടാങ്ക് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട്, രണ്ടാമത്തെ ടാങ്ക് തുറന്നാൽ 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയുമെന്ന് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എക്സിൻ്റെ വേയുടെ സ്ഥാനത്ത് ആ വില കൊടുത്താൽ മതി. ഈ ഫോർമുല അറിഞ്ഞിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. XY/X+Y മണിക്കൂർ കൊണ്ട് നിറയും. ഒരു പൈപ്പിന് നിർഗമന കുഴൽ വഴി ടാങ്ക് നിറയ്ക്കുവാൻ X മണിക്കൂറും ബഹിർഗമന കുഴൽ വഴി ടാങ്ക് ഒഴിയാൻ Y മണിക്കൂറും എടുക്കുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ XY/Y-X മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു പൈപ്പിന് നിർഗമന കുഴൽ വഴി ടാങ്ക് നിറയാൻ X മണിക്കൂറും ബഹിർഗമന കുഴൽ വഴി ടാങ്ക് ഒഴിയാൻ Y മണിക്കൂറും എടുക്കുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ XY/Y-X മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ ഷോർട്ട് കട്ട് ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ടാക്കി വെക്കും. ഒരു ടാങ്കിലെ 3 പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം XY/Z മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു ടാങ്കിലെ 3 പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം XY/Z മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. 3 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ XY/XY ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ മതി. XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു ടാങ്കിലെ 3 പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം XYZ മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നു. 3 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ XYZ ബൈ XY പ്ലസ് YZ പ്ലസ് ZX മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ട്രെയിന് ദൂരം, വേഗത, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാം. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഈക്വൽ ടു S=D/T, സമയം സമം ദൂരം ബൈ വേഗത. ഈ ഫോർമുലാസ് പഠിക്കും. ഒരെണ്ണം പഠിച്ചാൽ അത് തിരിച്ച് മറിച്ചോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദൂരം സമം ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ദൂരം സമം വേഗത ഗുണം സമയം, ഡിസ്റ്റൻസ് D ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം S/T. ഇനി കിലോമീറ്റർ പെർ അവറിനെ കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ ചെറുതിട്ട് ഗുണിക്കണം എന്ന് ഓർത്താൽ മതി. 5/18 എന്നുള്ളത് ഓർത്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ വലിയ യൂണിറ്റ് ആക്കണം, കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കണം. അതായത് 5/18 ഇട്ട് ഹരിക്കണം. അതായത് 5/18 ഇട്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഇട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ 18/5 ഇട്ട് ഗുണിക്കുക. ചുരുക്കത്തിൽ ഒരു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കുക. വലിയ യൂണിറ്റ് ആക്കാൻ വലിയ സംഖ്യ എന്ന് ഓർത്താൽ 18/5. ചെറിയ യൂണിറ്റ് ആക്കാൻ കിലോമീറ്റർ പെർ അവർ വലിയ യൂണിറ്റ് ആകാൻ, ചെറിയ യൂണിറ്റ് ആകാൻ 5/18 ഇട്ട് ഗുണിക്കുക. ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിച്ചാൽ മതി. വേഗത കാണാനുള്ള ഫോർമുല ദൂരം ബൈ സമയം, അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം S=D/T. സമയം കാണാൻ ദൂരം ബൈ വേഗത, അതായത് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി ദൂരം കാണണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ദൂരം വേഗത ഗുണം സമയം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിച്ചാൽ മതി. ചെറിയ യൂണിറ്റ് ഇട്ട് ഗുണിച്ചാൽ മതി, ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ഓർത്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ അത് തിരിച്ചിട്ട് 18/5 ഇട്ട് ഗുണിച്ചാൽ മതി. ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സഞ്ചരിച്ച സമയം ഓർത്തിരിക്കുക. 2 ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം, 2 ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം L1 + L2 / S1 + S2. L1 L2 ഇവ ട്രെയിനുകളുടെ നീളം, S1 S2 അവയുടെ വേഗതകൾ. 2 തീവണ്ടികൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗത കൂടിയ തീവണ്ടി വേഗത കുറഞ്ഞ തീവണ്ടിയെ മറികടക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും ചോദിച്ച് കാണാറില്ല. L1 + L2 / S1 - S2. L1 L2 തീവണ്ടിയുടെ നീളങ്ങളും S1 S2 അവയുടെ വേഗതകളും. 2 ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം L1 + L2 / S1 + S2. L1 L2 തീവണ്ടിയുടെ നീളങ്ങളും S1 S2 വേഗതകളും. 2 ട്രെയിനുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗത കൂടിയ വണ്ടി വേഗത കുറഞ്ഞ വണ്ടിയെ മറികടക്കാൻ എടുക്കുന്ന സമയം L1 + L2 / S1 - S2. 2 ട്രെയിനുകളുടെ വേഗതകൾ S1 S2 ഇവയായാൽ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് അഥവാ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് S1 + S2. ഒരേ ദിശയിലാണ് ഈ തീവണ്ടികൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത കാണാൻ S1 - S2. എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 തീവണ്ടികളുടെ വേഗത തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപേക്ഷിക വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ S1 - S2 ആപേക്ഷിക വേഗത, എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 2 വേഗതയും കൂടെ കൂട്ടുക. അതായിരിക്കും നമ്മൾ ആ ചോദ്യത്തിലെ സ്പീഡ്. ഒരേ ദൂരവും വ്യത്യസ്ത വേഗതകളുമാണെങ്കിൽ ശരാശരി വേഗത കാണാൻ 2 വേഗതകൾ S1 S2, ദൂരം ഒരുപോലെയാണെങ്കിൽ 2S1 ശരാശരി വേഗത കാണാൻ 2S1 S2 / S1 + S2. അതായത് ഒരു കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ 30 km/h വേഗതയിൽ പോകുന്നു, തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ 20 km/h വേഗതയിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? S1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, സ്കൂളിലോട്ട് പോകുന്ന സ്പീഡ്. S2 എന്ന് പറയുന്നത് തിരിച്ചു വരുന്ന സ്പീഡ്. ദൂരം രണ്ടും ഒരുപോലെയാണ്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി വേഗത സമം 2S1 S2 / S1 + S2. സ്പീഡ് തന്നിട്ടുണ്ടല്ലോ, 2 × 30 × 50 30 + 50, അതായത് 37.5 km/h വരും അതിൻ്റെ ശരാശരി വേഗത. അങ്ങനെ കണ്ടു. 2S1 S2 / S1 + S2. ഒരേ ദൂരവും വ്യത്യസ്ത വേഗതകളും. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുമുള്ള അങ്ങനെ വേണേലും ചോദിക്കും. കുറേ സംഖ്യകൾ തന്നിട്ട് ഇത് പൂർണ്ണ വർഗ്ഗമാകാൻ സാധ്യതയില്ലാത്തത് അതെന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇത് ഓർത്തിരിക്കും. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 4, 5, 6, 9 ഇവയാണെങ്കിൽ അത് പൂർണ്ണവർഗ്ഗമാകാൻ സാധ്യതയുണ്ട്. 2, 3, 7, 8 എന്നിവയാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കമെങ്കിൽ അവ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗ്ഗം അല്ല. കാണാതെ പഠിക്കേണ്ട കുറേ സമവാക്യങ്ങൾ നോക്കാം. A + B² ² A² + 2AB + B². A - B² ² A² - 2AB + B². A + B × A - B = A² - B². AQ + BQ = A² - B² × A + B × AB + B². ഇവിടെ മൈനസാണ്, ഇവിടെ മൈനസ് വരും. ഇവിടെ ഇതിനുള്ളിലുള്ള ടേം ഒരുപോലാണ്, ഇതിൻ്റെ സൈൻ മാറും എന്നുള്ളതേ ഉള്ളൂ. A + B + C² = A² + B² + C² + 2AB. പിന്നെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2AB + 2BC + 2CA. ഇനി x + 1/x തന്നിട്ട് x² + 1/x² വില കാണാൻ സാധാരണ ചോദിച്ച് കാണാറുണ്ട്. x + 1/x (2) -2. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, അങ്ങനെ ഓർത്താൽ മതി. 2 ആയിരിക്കും വരുന്നത്. x - 1/x തന്നാൽ x² - 1/x² വില കാണാൻ ചോദിച്ചാൽ x - 1/x (2) + 2. ഇതിനുള്ളിൽ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കും.
ഇനി സ്ക്വയർ റൂട്ടിൻ്റെ കണക്കുകൾ ചെയ്യാൻ വന്നാൽ റൂട്ട് അങ്ങ് സ്ക്വയർ ചെയ്യുമായിരിക്കും എളുപ്പ വഴി. സ്ക്വയർ അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ റൂട്ട് എക്സ് കൂടി ഇൻറ്റു ചെയ്താൽ എക്സ്, റൂട്ട് ടു കൂടി ഇൻറ്റു ചെയ്താൽ 2, റൂട്ട് ത്രീ കൂടി ഇൻറ്റു ചെയ്താൽ റൂട്ട് അങ്ങ് പോകും 3. റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി. റൂട്ട് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് റൂട്ട് എ ബൈ റൂട്ട് ബി. ഇനി എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. എ റേസ് ടു 0 1, എക്സ് റേസ് ടു 0 1, 5 റേസ് ടു 0 1, 1/2 റേസ് ടു 0 1 എല്ലാം 1 ആണ്. ഇനി ഒരു -1 ദ ഹോൾ റേസ് ടു ഇവിടെ വന്നേക്കുന്ന പവർ ഈവൻ ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഹോൾ റേസ് ടു 10 ഈവൻ നമ്പറാണ്, അപ്പോൾ പോസിറ്റീവ് 1 വരും. -1 റേസ് ടു 200 വന്നെങ്കിലും പോസിറ്റീവ് 1 വരും. ഓഡ് പവറാണ്, ഒറ്റ സംഖ്യയാണ് ഇവിടെ പവറായിട്ട് വന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് ബൈഹാർട്ടാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ശ്രീമാസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.